ബായ് പോകാനാ? എവിടേക്ക് ബായ് കൊണ്ടുപോകാനാ? എന്റെ കുട്ടി ഇവിടെ ഇരുന്ന് കളിക്ക്. അച്ഛന് ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ? അയ്യോ, എന്റെ സ്വത്ത് കുട്ടിയല്ലേ, അച്ഛന് ഹോസ്പിറ്റലിൽ പോവാതെ ഇരിക്കാൻ പറ്റില്ലടാ. അവിടെ കുറെ പേര് പാവം വയ്യാതെ വാവു വന്നിട്ട് അച്ഛനെ കാണാൻ വരുമല്ലോ. അപ്പൊ അച്ഛൻ അവർക്ക് മരുന്ന് കൊടുത്താലല്ലേ അവർക്ക് വാവു ശരിയാവുക. അവര് പാവല്ലേ. അപ്പൊ അച്ഛൻ പോവാതിരുന്നാ എങ്ങനെയാ അവർക്കൊക്കെ വാവു ശരിയാവുക? അതേ മുത്തേ, എന്റെ സ്വത്തുകുട്ടിക്ക് വാവ് വരുമ്പോ സ്വത്തുകുട്ടി എങ്ങനെ കരയും, അതുപോലെയല്ല അവർക്കൊക്കെ വാവ് വരുമ്പോ അവരും കരയുക. അപ്പൊ അച്ഛൻ മരുന്ന് കൊടുത്ത അവന്റെ വാവൊക്കെ ശരിയാക്കണ്ടേ? ആ, എന്നാ പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോട്ടെ. അയ്യോ, ഉണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലടാ. അത് അവിടെ കുറെ പേര് വാവ് വന്നിട്ട് വരുമല്ലോ. ഉണ്ണിക്കുട്ടിനെ കൊണ്ടുപോയാലേ അവരുടെ വാവൊക്കെ കുഞ്ഞിപ്പെണ്ണിന് വരില്ലേ? അതേടാ, അതുകൊണ്ട് എന്റെ ഉണ്ണിക്കുട്ടി ഇവിടെ മിണ്ടാതെ ഇരുന്ന് കളിക്ക്. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം വരാം. അച്ഛൻ വന്ന ശേഷം അമ്മനെയും ഉണ്ണിക്കുട്ടിനെയും അച്ഛൻ ബായി കൊണ്ടുപോകാ കേട്ടോ. ശരിക്കും കൊണ്ടുപോകാടാ. അയ്യോ, എന്റെ സ്വത്തുകുട്ടിനെ അച്ഛൻ പറ്റിക്കുവോ? ആ, എന്നാ പിന്നെ എന്റെ റിയാക്കുട്ടി മിണ്ടാതിരുന്ന് കളിക്കിട്ടോ. അച്ഛൻ വരാ. ശരി, ബായ് റിയാക്കുട്ടി. ആ, മകളെ കൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അമ്മ എത്തി. അമ്മ എത്തിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിക്കോളൂ. ഈ ഐഷു, എന്താ ഇത്? ജോലിക്ക് പോണ കെട്ടിയവനെ ഇങ്ങനെ ഇറങ്ങിക്കോളെന്നും പറഞ്ഞ് അയച്ചു വിട്ടാ എങ്ങനെയാ? കുറച്ച് സ്നേഹമൊക്കെ തന്ന് അയച്ചൂടെ? ഒരു സ്നേഹവും ഇപ്പൊ വേണ്ട, ഇപ്പൊ മര്യാദക്ക് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിക്കോളെ. ഇടി തരില്ലാന്നോ? ഷമീർ വേണ്ട, റിയാക്കുട്ടിയുണ്ട്. ആ, അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. ശരി, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകിട്ട് വന്ന് നിന്നെ നോക്കിക്കോളാം. അത് വൈകിട്ടല്ലേ, അപ്പൊ കാണാം. ആ, കാണാം കാണാം. ശരി ശരി, എന്നാ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടോ. ശരി ഷമീർ. ഓക്കെ, ബായ് റിയ കുട്ടി. ഇല്ലടാ, അച്ഛൻ മറക്കില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമുക്ക് ബായ് പോകാം. ഐഷു, ഇവള് വെറുതെ ബായ് പോണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കി, നമുക്ക് പാർക്കിലേക്ക് പോകാം. ശരി ഷമീർ. സോറിടാ മച്ചനെ, വരാൻ കുറച്ച് സമയമായി. ഈ കാവ്യ രാവിലെ എണീറ്റ് എന്നെ പ്രാന്താക്കുവാടാ. എന്താടാ, എന്തു പറ്റി? നിങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെ അടിയുണ്ടാക്കാല്ലാത്ത വേറെ പണിയൊന്നുമില്ലേ? അവൾക്ക് വേറെ എന്ത് പണിയാടാ ഉള്ളത്? എപ്പോഴും എന്നെ പ്രാന്താക്കുക തന്നെ അവളുടെ പണി. നല്ല കാലത്തെ അവളുടെ പ്രാന്ത് സഹിക്കാൻ പറ്റില്ല. ഇതിൽ ഈ ഓണം തേങ്ങക്കൊലിയൊക്കെ എന്തിനാ വരുന്നേ അറിയില്ലടാ. പാല് വേണം, പഞ്ചസാര വേണം, പായസം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിക്കാടാ അവള്. എന്താടാ ശക്തി, ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ അവൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അവള് ചെയ്തിട്ടൊന്നും പറയണ്ട. അവള് വെക്കണ ഈ സാമ്പാർ അത് വായിൽ വെക്കാൻ കൊള്ളില്ല. പിന്നെ പായസം എന്നും പേര് പറഞ്ഞിട്ട് ഒരു സാധനം തരും, അത് വായിൽ വെച്ചാ പിന്നെ പറയണ്ട. നേരെ നമുക്ക് ചുടുകാട്ടി പോയി കിടക്കാം. എന്താടാ ശക്തി, പാവോടാ അവൾ, എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? എടാ, ഞാൻ കാര്യമായിട്ടടാ പറയുന്നത്. പുറമെ ഇരുന്ന് കാണുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല. അവളുടെ കൂടെ ജീവിച്ചാലേ എന്റെ കഷ്ടപ്പാട് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. അയ്യോ ശരിയടാ ശക്തി, നിങ്ങൾ രണ്ടുപേരും ഏത് കാലത്തും നന്നാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാ ശരി, വാ, ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായി, പോവാം നമുക്ക്. ശരി ശരി, നടക്ക് പോവാം. അതെ, റിയ കുട്ടിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടാ? എന്തും കൊണ്ട്? ശരി ശരി, റിയ കുട്ടി കളിക്കിട്ടോ. ഹൈഷു, നിനക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇരിക്കുമ്പോ മനസ്സിനൊരു നല്ല സമാധാനമുണ്ട്. വേറെ ഒരു ശബ്ദവും കേൾക്കാതെ ഈ പക്ഷികളുടെയും പ്രാണികളുടെയും ശബ്ദങ്ങൾ മാത്രം കേട്ടിട്ട് ഈ ഒരു തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ഐഷു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ?
അതെന്താ ഒരു സംശയത്തോടെ ചോദിക്കണേ? ഞാൻ എപ്പോഴാ നിങ്ങളെ കൊണ്ട് കള്ളം പറഞ്ഞിട്ടുള്ളത്? ഇടി അതല്ലടി, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഇല്ലയോ അത് മാത്രം പറയും. പറയാലോ. ഐഷു, എന്റെ കൂടെ ഇരിക്കുമ്പോ നീ ഹാപ്പി അല്ലേ? ഇത് എന്ത് ചോദ്യവാ ഷമീർ? നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രം തന്നെയാണ് ഞാൻ ഹാപ്പി, പോരെ? എടി തമാശക്കല്ല, ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. ഞാനും കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അതല്ല ഐഷു, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് നീ എന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ വന്നതില് നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പൊ വരെ അവർ നിന്നോട് സംസാരിച്ചിട്ടില്ല. നിന്റെ വീട്ടിക്ക് നീ ഒറ്റ മോളാ. ഇത്രയും സ്നേഹത്തോടെ വളർത്തിയ അച്ഛനമ്മനെയും വിട്ട് എന്റെ കൂടെ നീ വന്നു. ഇപ്പൊ വരെ അവരെ കാണണമെന്നോ അവരുടെ കൂടെ സംസാരിക്കണമെന്നോ നിനക്ക് തോന്നിയിട്ടില്ല ഐഷു? തോന്നിട്ടൊക്കെ ഉണ്ട് ഷമീർ, പക്ഷെ എന്ത് ചെയ്യാനാ, ഒരിക്കലും അവര് നമ്മളെ സമ്മതിക്കില്ല. പിന്നെ ഞാൻ മാത്രം വീട്ടുകാരെ വിട്ട് കഷ്ടപ്പെടുകയല്ലോ, നിങ്ങളും കൂടെ തന്നെയല്ലേ. നിങ്ങളുടെ അച്ഛൻ, അമ്മ, പെങ്ങൾ എല്ലാവരെയും വിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ വന്നതല്ലേ. നിങ്ങളെങ്ങനെ ഞാനും റിയാവും മാത്രം മതിയെന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണോ, അതുപോലെ എനിക്കും നിങ്ങളും റിയാവും മാത്രം മതി. എന്തു തന്നെ ആയാലും നിന്റെ അച്ഛനെയും അമ്മനെയും കാണാതെ ഇരിക്കുമ്പോ നിനക്ക് വിഷമം ഉണ്ടാവില്ലേ? എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ ഇത്രയും ഭംഗിയുള്ള ഒരു കെട്ടിയവൾ, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു മകൾ, രണ്ടുപേരും അടുത്തിരിക്കുമ്പോ വേറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്ക് ഷമീർ. മനസ്സിൽ വിഷമമുണ്ടെങ്കിലും പുറമെ എനിക്ക് വേണ്ടിയിട്ടാണ് നീ ചിരിക്കണമെന്നുള്ള കാര്യം എനിക്കറിയാം ഐഷു. എനിക്ക് വേണ്ടി എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് വന്ന നിനക്ക് അച്ഛൻ, അമ്മ എല്ലാമായും ഞാൻ ഉണ്ടാവും ഐഷു. ഉസ്രേ നീദാനേ നീദാനേ നഴലാവും കൂടദാനേ എതുവും വേനാമേ വേനാമേ മുടിവും കൂടദാനേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചാനലിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതിന് സോറി. ഇനി റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് എപ്പോഴും പോലെ തരണം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാൻ വരാം. ബൈ ഫ്രണ്ട്സ്. ബൈ.